ഹലോ, അപ്പോൾ ഞങ്ങളിപ്പോൾ എടപ്പള്ളി പള്ളിയിലാണ്. അപ്പോൾ ജസ്റ്റ് ചേച്ചിയുടെ വീട്ടിലൊന്ന് പോയപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ നല്ല തിരക്കായിരുന്നു. ഇവിടെ അടുക്കാൻ പറ്റാത്ത അത്രയും തിരക്കായിരുന്നു കേട്ടോ. ഫുള്ള് വണ്ടികളും, അതുകൊണ്ട് തന്നെ റോഡൊക്കെ ഫുള്ള് ബ്ലോക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഒരു 11 മണിയായപ്പോഴാണ് ഇപ്പോൾ വന്നാക്കണത്. ഇപ്പോൾ സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 11 മണിക്ക് ഞങ്ങൾ എത്തി. പിന്നെ 11:30 മണിക്ക് കറക്റ്റ് അവർ ലൈറ്റ് ഓഫ് ചെയ്തു. കാരണം ലൈറ്റ് ഓഫ് ചെയ്താലേ എല്ലാവരും ഫുള്ളായിട്ട് പോവുള്ളൂ. അതിനായിരിക്കും അവർ ലൈറ്റ് ഫുള്ളായിട്ട് ഓഫ് ചെയ്തിട്ട്. അപ്പോൾ അത്രയും ടൈം ഉണ്ടാവുള്ളൂ ഇവിടെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ കറങ്ങിയൊക്കെ നടന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഫോണിൽ കൂടി കാണാനും നല്ലത് ഭംഗി നേരിട്ട് കാണാനാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയും അമ്മയും ചേച്ചിയുടെ പിള്ളേരും എൻ്റെ പിള്ളേരും ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് നടന്നു കേട്ടോ. പിന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് പോയപ്പോൾ അവിടെ നിറച്ച് പുൽക്കൂടുകൾ കണ്ടു. അപ്പോൾ ഞാൻ പുൽക്കൂട് ഇവിടെ കോമ്പറ്റീഷൻ നടന്നതാണ്. അങ്ങനെ അതൊക്കെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും, റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നാലും ഇതൊക്കെ അഴിച്ചു മാറ്റിയില്ല. ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിട്ടേ അഴിച്ചു മാറ്റിയിരിക്കുള്ളൂ. എല്ലാം നല്ല വ്യത്യസ്തമായിട്ടുള്ള പുൽക്കൂടുകളായിരുന്നു കേട്ടോ. ഓരോന്നും ഡിഫറെൻറ്റ് ടൈപ്പായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇതുണ്ടായിരുന്നില്ല. ഇതുണ്ടായിരുന്നതാണ്. ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ പിന്നെ ഈ കൊല്ലം പിന്നെയും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്താക്കണേന് ഇവർ. പണ്ടൊക്കെ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കാൻ വരുമ്പോൾ ചേച്ചി ഇങ്ങനെയൊക്കെ പള്ളിയിൽ പെരുന്നാളിനൊക്കെ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ അല്ലാതെയൊക്കെ പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. അന്നത്തെ ഒരു ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പള്ളിയിലോട്ട് ഇക്കുമോക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, അമ്മ നേർന്നാണ്. അതിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ റോട്ടിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ തന്നെ നല്ല ഫുള്ള് ലൈറ്റും കാര്യങ്ങളെല്ലാം നല്ല രസമാണ് ഈ പള്ളിയിൽ കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കടകളൊന്നും കണ്ടില്ല. മറ്റേ പുറത്ത് ചേട്ടന്മാർ ബലൂണും അങ്ങനെ ഹെയർ ബോ അങ്ങനെയൊക്കെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വിൽക്കണുണ്ടായിരുന്നു പിള്ളേർക്ക്. വല്ലാതെ നമ്മൾ കടകളെല്ലാം കുറേ അടുപ്പിച്ചടുപ്പിച്ച് കടകളൊന്നും ഇല്ലേ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ.